ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ്. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു. നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്രേഷൻ ചെയ്ത് നൽകുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. എളനാട് തൃക്കണായ ശ്രീ ജഗദീശ്വര ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീ മഹാവിഷ്ണുവിന്റെ നടപ്പുര സമർപ്പണം നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. കൊച്ചിൻ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഒരു 410 ക്ഷേത്രങ്ങളുണ്ട്. ഞാനിത് ഒരു മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ കേട്ടോ. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രവർത്തന രീതി. ഈ 410 ക്ഷേത്രങ്ങളുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന്. ഈ 410 ക്ഷേത്രങ്ങളിലും വെച്ച് ഒരു 10% ക്ഷേത്രങ്ങളിൽ മാത്രമാണ് വരുമാനം ചെലവിനേക്കാൾ കൂടുതലുള്ളത്. ആ കൂടുതൽ വരുന്ന വരുമാനമാണ് ഈ മറ്റു ക്ഷേത്രങ്ങളിലെ പ്രവർത്തനങ്ങൾക്കായിട്ട് ബോർഡ് ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഓരോ കാര്യങ്ങളിലേക്കും നോക്കാനായിട്ട് പലപ്പോഴും ദേവസ്വം ബോർഡിന് സാധിക്കാറില്ല. നിത്യനിദാന കാര്യങ്ങളിലും അതുപോലെ തന്നെ ആചാരപരമായ കാര്യങ്ങളിലും ഒക്കെയാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കാറ്. ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അതാത് ക്ഷേത്രങ്ങളിലെ ഉപദേശ സമിതികളുടെ സഹായത്തോടെയാണ് ബോർഡ് ചെയ്തു വരുന്നത്. നല്ല ഉപദേശ സമിതികളുള്ള ക്ഷേത്രങ്ങളിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ തൃക്കണായ ക്ഷേത്രത്തിൽ ഈ പുനരുദ്ധാരണം 2ാം ഘട്ടം സമിതിയെ ഏൽപ്പിച്ചപ്പോൾ അത് വളരെ ഭംഗിയായി തന്നെ ക്ഷേത്രോപദേശ സമിതി ചെയ്തു തീർക്കുകയുണ്ടായി. മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിൽ പണിത് അവിടെ പ്രതിഷ്ഠ നടത്തി. അന്ന് ഞാനിവിടെ വരികയുണ്ടായി. വളരെ ഭംഗിയായിട്ടും ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുത്തുകൊണ്ടാണ് ആ പരിപാടി നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ നടപ്പുരയുടെ പണികൾക്കും കൊച്ചിൻ ദേവസ്വം ബോർഡ് അതുപോലെ തന്നെ ടോയ്ലറ്റിൻ്റെ പണികൾക്കൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ അനുവദിച്ച് കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. ഈ പണികളെല്ലാം തന്നെ സമിതി ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെയും അതുപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ സഹകരണത്തോടെയുമാണ് നടത്തിയിട്ടുള്ളത്. പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന ശ്രീ മഹാവിഷ്ണുവിന്റെ നടപ്പുര സമർപ്പണ ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കല, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കൈലാസ്, സെക്രട്ടറി അനിൽ ഗജാഞ്ചി സുനിൽ, വൈസ് പ്രസിഡന്റ് മിഥുൻ പഴനി, ജോയിന്റ് സെക്രട്ടറി സേതുമാധവൻ, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. റൈറ്റ് വിഷൻ ന്യൂസ്, പഴയന്നൂർ.